ഞാൻ ആരുടെയും എന്താ പറയുക ആരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ആവർത്തിക്കാനല്ല ഇറങ്ങിയത്. ഞാൻ 15-16 വർഷമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ നമ്മളുടെ യുവാക്കളൊക്കെ തൊഴിലില്ലായ്മ ഇല്ലാതെ ഉള്ള കാരണം അവർ ഈ നാട് വിട്ടിട്ട് പോകുന്നു. നമുക്ക് അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കണം, ഓൺട്രപ്രനർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ കുറേ വർഷങ്ങളെ പറഞ്ഞ് നടക്കണം. നിങ്ങൾ യൂട്യൂബിലും കൂടി കാണാം. ഇത് 10-7 വർഷമായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. ഞാനിത് പുതിയ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞാൻ ആവശ്യപ്പെട്ടതൊരു കാര്യം ഈ കഴിഞ്ഞ 18 മാസത്തിൽ സംഭവിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചിട്ട് ആദ്യം സംസാരിച്ചു കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസംഗത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആർട്ടിക്കിളും എഴുതി. അതിന് പെട്ടെന്ന് ആൾക്കാർ വായിക്കുന്നത് നല്ലതന്നെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുണം ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ഉണ്ടാവട്ടെ. കേരളത്തിൽ സ്റ്റാർട്ടപ്സ് നടക്കുന്നുണ്ടോ? നമ്മളുടെ യുവകൾക്ക് ഇപ്പോൾ ഇനിയും തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ടോ? ഓൺട്രപ്രനർഷിപ്പ് വഴിക്ക് നമ്മളുടെ സാമ്പത്തിക വളർച്ച നന്നാവുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അത് എന്താണ് യാഥാർത്ഥ്യം എന്ന് സ്ഥാപിക്കാൻ ഓരോരോ കക്ഷികൾക്ക് അവരുടെ അഭിപ്രായവും ഡേറ്റയും ഉണ്ടെങ്കിൽ അത് വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ.